അല്ലേ? നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റയർ സിലബസ് ഈ 10 ദിവസത്തിൽ ഒന്ന് കവർ ചെയ്യാൻ നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മുടെ HSST നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമുക്കിനി കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു 100 ദിവസം കൊണ്ട് നമ്മുടെ ഈ സിലബസ് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും, ഒരു 100 ഡേ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് സമയമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കാനുള്ളൊരു സമയം നമുക്കില്ല. കാരണം ഓൾറെഡി എക്സാം ഇപ്പം തന്നെ നമുക്ക് ഉടനെ തന്നെ എക്സാമിലേക്ക് എത്തും. അപ്പോൾ എക്സാം വരുന്നതിന് മുമ്പ്, സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സിലബസ് വെച്ച് പോർഷൻസ് കവർ ചെയ്ത് വെക്കുന്നതാണ് സേഫ്. കാരണം സിലബസ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 2 months നമുക്ക് എക്സാം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ഈ 2 മാസം കൊണ്ട് നമുക്കൊരു PG ലെവലിൽ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്ത് മാക്സിമം റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു 100 ദിവസം കൊണ്ട് നമ്മുടെ HSST സുവോളജിയുടെ സിലബസ് കവർ ചെയ്യാൻ പറ്റും? സോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, 100 ഡേ സ്റ്റഡി പ്ലാൻ. സോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് വേണം. നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ചില ടോപ്പിക്കുകൾ നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം എൻഡോക്രൈനോളജി, ഹോർമോണുകൾ, ഹോർമോൺസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ തന്നെ വൈറ്റമിൻസ്. ഇതെല്ലാം ടേബിൾ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ടേബിളിൽ വൈറ്റമിൻസ്, അതിൻ്റെ നെയിം, അതിൻ്റെ ഡിസീസുകൾ. ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്, പ്രിൻസിപ്പിള്, ആപ്ലിക്കേഷൻ. ഹോർമോൺസ് ആണെങ്കിലോ ഗ്ലാൻഡ്, ഫങ്ഷൻ, ഡിസീസ്. അപ്പോൾ ഇതിനാണ് നമ്മുടെ നോട്ട് ബുക്ക്. നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ, ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമല്ലോ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാത്ത പോർഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടാവും, ഔട്ട് ഓഫ് സിലബസ് ചോദിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എഴുതാൻ വേണ്ടി നമുക്കൊരു നോട്ട്ബുക്ക് വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡെയിലി റിവൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കും, നമ്മളെല്ലാം പക്കയായിരിക്കും അല്ലേ? അത് കഴിഞ്ഞൊരു 5 ദിവസം കഴിയുമ്പോൾ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് വെറുതെയാണ്, അത് ഒരു ടൈം വേസ്റ്റാണ്. കൃത്യമായിട്ട് ഡെയിലി റിവൈസ് ചെയ്യണം. നിങ്ങളൊരു പ്ലാൻ വെച്ച് ഡെയിലി റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്കിതുകൊണ്ടൊരു യൂസ് ഉള്ളൂ. അപ്പോൾ ഡെയിലി റിവിഷൻ നിർബന്ധമായിട്ട് വേണം. രണ്ടാമതൊരു വീക്ക്ലി റിവിഷൻ. സാറ്റർഡേ സൺഡേ നിങ്ങൾ എന്താണോ പഠിച്ചത്, അതായത് ആ കഴിഞ്ഞ വീക്കിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് കൃത്യമായിട്ട് വീക്ക്ലി റിവിഷനിൽ കവർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺഡേയോ സാറ്റർഡേയോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. ഇതിപ്പോൾ ഒരു ജനറലായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട്, സൺഡേ എല്ലാവരും ഫ്രീ ആണല്ലോ, അതുകൊണ്ട് സൺഡേ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പുതിയ ടോപ്പിക്ക് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഡേ പറയുമ്പോൾ അവസാനം ടുവേർഡ്സ് ദ എൻഡ്, ഡേ ഞാൻ ഇപ്പം വെറുതെ 90 ഇട്ടു എന്ന് മാത്രം, ടുവേർഡ്സ് ദ എൻഡ് ആവുമ്പോൾ നമ്മൾ പിന്നെ റിവിഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കില്ല. ഓക്കെ, പിന്നെ റിവിഷൻ മാത്രം. മാക്സിമം നമ്മൾ ഈ ഒരു 100 ഡേ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു ബെനഫിറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, കോർ പോർഷൻസ് ആണ്. ആദ്യത്തെ 60 ദിവസത്തിൽ നമുക്ക് വരുന്നത് കോർ പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു ടഫായിട്ടുള്ളൊരു പോർഷൻ എടുത്ത് വെച്ച് ആദ്യമേ തുടങ്ങാം. പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ സിലബസ് ഓർഡറിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ് പഠിക്കാൻ പറ്റുക. ഇപ്പോൾ ടഫായിട്ടുള്ള പോർഷൻ എല്ലാവർക്കും ഓരോ പോർഷൻസ് ആയിരിക്കും ബുദ്ധിമുട്ടായിട്ടുള്ളത്. ചില ആളുകൾക്ക് നമ്മുടെ മോളിക്കുലാർ, ജനറ്റിക്സ് പോർഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ബയോ കെമിസ്ട്രി, ഇമ്മ്യൂണോളജി ബുദ്ധിമുട്ടാണ്. മറിച്ച് ചില ആളുകൾക്ക് എക്കോളജിയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കൺവീനിയൻസ്, നിങ്ങളുടെ ഒരു പഠിക്കാനുള്ള ഒരു ഇഷ്ടമനുസരിച്ചിട്ട് ഞാൻ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ആദ്യം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാടുള്ളത് ആദ്യമേ മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോർഷനാണോ ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് മാക്സിമം ആദ്യം എടുക്കുക, ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിലബസ് ഓർഡറിൽ എടുക്കുക. ഞാനിപ്പോൾ സിലബസ് ഓർഡറിലാണ് കാണിക്കുന്നത്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഈ ഇതിൽ ചെറിയ മാറ്റം നമുക്ക് വരുത്താം. സോ ഫസ്റ്റ് വൺ, 10 ദിവസം നമ്മൾ എടുക്കുക. 10 ദിവസം കൊണ്ട് നമുക്ക് ഈ പോർഷൻസ്, നല്ല സമയമുണ്ട്. കാരണം ആദ്യമൊക്കെ നല്ല സമയം നമ്മൾ കൊടുത്താൽ പഠിക്കുന്നത്. കാരണം നമ്മളൊന്ന് ചൂടായി വരണം അല്ലേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ദിവസം എടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി ആദ്യത്തെ പോർഷൻസ്. അപ്പോൾ ഈ 10 ദിവസത്തിൽ എന്തൊക്കെ വരണം?
റിവിഷൻ വരണം, ക്വസ്റ്റ്യൻസ് വരണം കേട്ടോ. അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം. 10 ദിവസമുണ്ട്. 10 ദിവസത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ സിസ്റ്റമാറ്റിക്സ് എവല്യൂഷന് വേണ്ടിയിട്ടാണ് 10 ദിവസം. ടോപ്പിക്ക് ഞാൻ പറയുന്നില്ല, ആ ഫുൾ ടോപ്പിക്കുകൾ ഒരു സാധനം നമുക്ക് വിടാനില്ല. ഫുൾ ടോപ്പിക്കുകൾ നമ്മൾ ഈ 10 ദിവസത്തിൽ എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അടുത്തത് 11 മുതൽ 18 ദിവസം അല്ലേ, പിന്നെ വരുന്ന ദിവസങ്ങൾ 11 മുതൽ 18 ദിവസം ഫിസിയോളജിയാണ്. വലിയ ഒരു ഏരിയ ആണ് ഫിസിയോളജി എന്ന് പറയുന്നത്. ഡൈജഷൻ, നോട്ട് ഓൺലി കാർഡിയാക് സൈക്കിൾ, നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, അതുപോലെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് പഠിക്കണം. നമ്മുടെ നെർവസ് സിസ്റ്റം വരുന്നുണ്ട്, റെസ്പിറേഷൻ, എക്സ്ക്രീറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. എത്ര ദിവസമുണ്ട്? 11 മുതൽ 18 ദിവസം വരെ. ഫിസിയോളജിക്ക് നമുക്കൊരു 8 ദിവസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു ജനറൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ഞാനിത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് 5 ദിവസം മതി ഇത് പഠിക്കാനെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് എളുപ്പമാണ്. ഫിസിയോളജി കുറച്ചുകൂടെ ദിവസം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നത് ബയോ കെമിസ്ട്രിയാണ്. വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് ബയോ കെമിസ്ട്രി പഠിക്കാൻ. ബയോ മോളിക്യൂൾസ്, മെറ്റബോളിസം, ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 19 to 25 25 ദിവസം നമുക്ക് ബയോ കെമിസ്ട്രി, 19 മുതൽ 25 വരെ. അപ്പോൾ ഡേ 25 ആകുമ്പോഴത്തേക്ക് നമ്മൾ സിസ്റ്റമാറ്റിക്സ്, ഫിസിയോളജി, ബയോ കെമിസ്ട്രി പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ബയോ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ മോണോ, പോളി, ഡൈസാക്രൈഡുകൾ, അതുപോലെ അതിൻ്റെ മെറ്റബോളിസം, എൻസൈം, ഞാൻ പറഞ്ഞു കൈനറ്റിക്സ് പോലുള്ള കാര്യങ്ങൾ പഠിക്കണം. മെറ്റബോളിസം, അത് എവിടെയാണ് നടക്കുന്നത്, ഇപ്പോൾ ഗ്ലൈക്കോളൈസിസ് ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ പ്രത്യേകത, എനർജി ഒക്കെ നമ്മൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അത് മൊത്തം കവർ ചെയ്യുക. അടുത്തത് വരുന്നത് മൈക്രോബയോളജിയാണ്. സെയിം ഒരു 4 ദിവസം, 26 മുതൽ 30 ദിവസം വരെ നമുക്ക് മൈക്രോബയോളജി കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. അധികം അല്ലെ, വലിയ ഒരു ലെവലിൽ നമുക്ക് വളരെ കുറച്ച് പോർഷൻ മാത്രമേ മൈക്രോബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ടോപ്പിക്കുകളെ പഠിക്കാനുള്ളൂ. 4 ദിവസം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തും കൂടെ ഉൾപ്പെടുത്തിക്കോണം, റിവിഷൻ ഓഫ് പ്രീവിയസ് ടോപ്പിക്കും കൂടെ ഉൾപ്പെടുത്തിക്കോണം. അതുപോലെ 31 മുതൽ 35 വരെ ഇമ്മ്യൂണോളജിയാണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഇമ്മ്യൂണിറ്റി, ടൈപ്സ്, കുറേ സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത് നോക്കുക. 36, 45 വലിയൊരു ടോപ്പിക്കാണ്. 36 മുതൽ 45 വരെ നിയർലി ഒരു 10 ദിവസം നമുക്ക് കൊടുക്കാം അല്ലേ. അതായത് വലിയൊരു ടോപ്പിക്കാണ്. സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ദിവസമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഫുൾ ഇത്രയൊന്നും അല്ല, കുറേ ഉണ്ട്. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റിപ്പയർ, മ്യൂട്ടേഷൻ, സെല്ലാണെങ്കിൽ ഓർഗനൽസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൽ സൈക്കിള് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിക്കോണം. അടുത്തത് 4 ദിവസം 46, 50 ബയോടെക്നോളജി സിമ്പിളാണ്. ക്ലോണിങ്, വെക്ടർ, PCR, ബ്ലോട്ടിങ് സ്ഥിരം ചോദിക്കുന്നതാണ്. പക്ഷേ സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക് അവിടെയും നമുക്ക് കവർ ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കൊന്നും അവിടെ ഇല്ല. പിന്നെ 51 മുതൽ 60 വരെ ജനറ്റിക്സും DBയും. ഓക്കെ, ഈ 2 ഏരിയയിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പഠിക്കാൻ. പക്ഷെ നമ്മുടെ സിലബസിൽ സിമ്പിളായിട്ടുള്ള, അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ ബയോളജി ആണെങ്കിൽ ഗാമറ്റോജെനിസിസ്, ഫെർട്ടിലൈസേഷൻ അല്ലേ, ക്ലീവേജ്, ബ്ലാസ്റ്റുലേഷൻ, ഗ്യാസ്ട്രുലേഷൻ, പിന്നെ എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി, അങ്ങനെ ഒരു 5 or 6 പോയിന്റുകളെ പഠിക്കാനുള്ളൂ. അതിനൊരു ഈ പറയുന്ന 4 ദിവസം ധാരാളമാണ്. ജെനറ്റിക്സ് ആണെങ്കിലും നമ്മൾ കുറേയൊക്കെ മോൾ ബയോയിൽ കവർ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഡിസീസുകൾ, പിന്നെ ഉള്ളത് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മെൻഡേലിയൻ ജെനറ്റിക്സ് ആണ്. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന 4 ദിവസത്തിൽ കവർ ചെയ്ത് റിവിഷനും ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മളിപ്പോൾ ഒരു 61, 68 ആവുമ്പോൾ നമ്മൾ മെയിൻലി വി വിൽ മൂവ് ഓൺ ടു എക്കോളജി പോർഷൻ. എക്കോളജി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ എക്കോളജി നോക്കിക്കേ, 8 ദിവസമാണ്, 8 or 7 ദിവസം, 61 മുതൽ 68 അല്ലേ. അപ്പോൾ ഇവിടെ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ഒരുമിച്ച് തീർക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ധാരാളം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോസിസ്റ്റം, പോപ്പുലേഷൻ എക്കോളജി അല്ലേ, അതുപോലെ പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എക്കോളജി 2 നോക്കണം. എക്കോളജി, ബയോഡൈവേഴ്സിറ്റി 2 പോർഷൻ ഉണ്ട്. ദെൻ 69 മുതൽ 73 ഡേ വരുമ്പോൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് വിട്ട് കളയരുത്. അവസാനമാകുമ്പോൾ നമ്മൾ മടുക്കും.
റിവിഷനൊക്കെ ചെയ്ത് ആ ഏരിയ ആകുമ്പോൾ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ നോർമലി എല്ലാവരും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുന്നൊരു പോർഷനാണ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. വിട്ടുകളയാൻ പാടില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇവിടുന്ന് ചോദ്യം ഉണ്ടാവും. മീൻ മീഡിയം മോഡോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ എറേഴ്സോ എന്തെങ്കിലും ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ 7480 ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ടേബിൾ വരയ്ക്കുക, ഇൻസ്ട്രുമെൻറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, പ്രിൻസിപ്പിൾ, മൂന്ന് കോളം, പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻ, 3 കോളം പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ, അതൊന്ന് വൃത്തിയായിട്ട് നോക്കി വയ്ക്കുക. ഇൻഫോർമാറ്റിക്സ് അവിടെയും നമുക്ക് ബ്ലാസ്റ്റ്, ഫാസ്റ്റ, ഡാറ്റാബേസുകൾ, അത് പ്രോട്ടീൻ ഡാറ്റാബേസ് ആണോ ന്യൂക്ലിയോറ്റൈഡ് ഡാറ്റാബേസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതും വിട്ട് കളയരുത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബയോ ഇൻഫോർമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏരിയ ആണ്, പഠിക്കണം. ദെൻ 81-85 5 ദിവസം ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. കുറച്ചേ ഉള്ളൂ അല്ലേ, കുറച്ച് നമുക്ക് സ്ഥിരം ടീച്ചിങ് എക്സാമിന് ചോദിക്കുന്ന നമ്മുടെ റിസർച്ച് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ ആണ്. ദെൻ 86-90 നമ്മുടെ കുറച്ച് അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ, കുറച്ച് നമ്മുടെ റെനേസൻസ്, ദെൻ GK. അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ 90 ദിവസമാണ്. ഇനിയുള്ള 10 ദിവസത്തിൽ റിവിഷൻ ആൻഡ് എക്സാംസിന് നമ്മൾ മാറ്റി വയ്ക്കുക ഫുള്ളായിട്ട്. നോക്കിയേ, 91 to 95 ഫുള്ള് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി, നമ്മൾ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നോട്ട് ബുക്കിൽ അല്ലേ. നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റയർ സിലബസ് ഈ 10 ദിവസത്തിൽ ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. ഒരു ഫുൾ സെറ്റ് റിവിഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പോന്നിട്ടുണ്ട് അല്ലേ. കാരണം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ഇതിനകത്ത് റാൻഡമായിട്ടൊക്കെ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. റിവിഷനും ടെസ്റ്റും ഇല്ലാത്ത പഠിത്തമൊക്കെ വെറുതെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തേക്കുക, മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വിത്ത് ആൻസർ ഇങ്ങനെ നോക്കി പോയാൽ പോരാ. ആൻസർ ഇല്ലാതെ OMR ഷീറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ടേ ആൻസറിലേക്ക് വരാൻ പാടുള്ളൂ. അത് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ അവസാനം ഫൈനൽ റിവിഷൻ. നമ്മുടെ നോട്ട്ബുക്ക് വെച്ചിട്ട് അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഫൈനൽ റിവിഷൻ. അപ്പോൾ മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യാൻ നോക്കുക. ഈ 100 ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാക്സിമം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 100 ദിവസത്തിൽ നമുക്ക് എങ്ങനെ സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പം മോക്ക് ടെസ്റ്റിനൊക്കെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ കളക്ട് ചെയ്ത് വെക്കുക. നമ്മൾ പഠിക്കുന്ന ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് പോവുക. ലാസ്റ്റ് നമ്മുടെ ഒരു ഫൈനൽ എക്സാം മോഡിലൊരു മോക്ക് കൂടെ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുപോലെയുള്ള സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മോക്ക് എക്സാമുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രിയിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു.